പ്രിയമുള്ളവരെ, കൊല്ലം ജില്ലയിലുണ്ടായ ഒരു അതിദാരുണ സംഭവത്തെക്കുറിച്ച് ഒരു വീഡിയോ കാണാനിട വന്നു. നിങ്ങൾക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യാം. ഇതാണ് പ്രസ്തുത സംഭവം. അതായത് വീട്ടിൽ വഴക്കുണ്ടായി, തർക്കത്തെ തുടർന്ന് അമ്മ കിണറ്റിൽ ചാടിയെന്ന് മക്കൾ പറഞ്ഞു. 3 മക്കളുടെ അമ്മയാണ് ഇത് ചെയ്തത്. കൊല്ലം നെടുവത്തൂരിലെ ദാരുണ സംഭവത്തിൽ രക്ഷാപ്രവർത്തകനായ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ ഉൾപ്പെടെ 3 പേർ മരിച്ചു. നെടുവത്തൂർ സ്വദേശിനി അർച്ചന, സുഹൃത്ത് ശിവകൃഷ്ണൻ, കൊട്ടാരക്കര ഫയർ ആൻഡ് റെസ്ക്യൂ സംഘത്തിലെ സോണി എസ് കുമാർ എന്നിവരാണ് മരിച്ചത്. അപ്പോൾ ഇതിനെക്കുറിച്ച് 1-2 കാര്യങ്ങൾ പറയണമെന്ന് ആഗ്രഹമുണ്ട്. കാലങ്ങളായി നമ്മൾക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, ആത്മഹത്യാ പ്രവണത ആളുകളിൽ പലതരത്തിലുള്ള ആളുകളിലുണ്ട്. അപ്പോൾ ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല എന്നുള്ള പ്രസ്താവനകളുമൊക്കെ എല്ലാവർക്കും സുപരിചിതമാണ്. പക്ഷേ മറ്റൊരു തലത്തിൽ ഞാനൊന്ന് പറഞ്ഞുകൊള്ളട്ടെ. മറ്റൊരാളെ മരണത്തിലേക്ക് തള്ളിവിടുന്ന വിധത്തിൽ പ്രവർത്തിക്കാതിരിക്കുക, നമ്മൾ പ്രവർത്തിക്കാതിരിക്കുക. ഇപ്പോൾ മരണപ്പെട്ട ആ സ്ത്രീയുടെ കുടുംബ പശ്ചാത്തലത്തിൽ തന്നെ 3 മക്കളുടെ അമ്മ, അതീവ സന്തോഷവതിയും മനസ്സമാധാനം അങ്ങേയറ്റം ഉള്ള ഒരു സ്ത്രീയും ആയിരുന്നിരിക്കില്ല അവർ. സമാധാനം കൂടിപ്പോയിട്ട് സന്തോഷം കൂടിപ്പോയിട്ട് പോയി കിണറ്റിലെടുത്ത് ചാടിയതാകാൻ യാതൊരു സാധ്യതയുമില്ല. എന്തൊക്കെയോ പ്രശ്നങ്ങൾ അവർ അഭിമുഖീകരിച്ചിരുന്നു. സഹിക്കാൻ പറ്റാഞ്ഞിട്ട് അവർ കാണിച്ച ഒരു ഭോഷത്തരമാണ്. അവരെ രക്ഷിക്കാൻ ചെന്നവരും മരണപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല എന്ന നിർദ്ദേശങ്ങൾക്കൊപ്പം തന്നെ ഒന്നുകൂടെ ഒരു സെൻറ്റൻസ് കൂടെ കൂട്ടിച്ചേർക്കേണ്ടിയിരിക്കുന്നു. മറ്റൊരാളുടെ മരണത്തിന് നമ്മൾ എന്നെ ഉൾപ്പെടുത്തിയാണ് പറയുന്നത്. മറ്റൊരാളുടെ മരണത്തിന് നമ്മൾ കാരണക്കാരാകാതിരിക്കുക. ഇപ്പോൾ മരണപ്പെട്ട ആ സ്ത്രീക്ക് ഭർത്താവുണ്ടാവാം, കുടുംബക്കാരുണ്ടാവാം, എല്ലാവരും ഉണ്ടാവാം. എല്ലാവർക്കും അവരുടെ മരണത്തിൽ ഒരു പങ്കുണ്ട്. അവർ ജീവിച്ച ആ ഒരു ചുറ്റുപാടിൽ അവരുമായി സഹകരിച്ചിരുന്ന വ്യക്തികൾക്ക് എല്ലാവർക്കും അവരുടെ ഈ മരണത്തിലൊരു പങ്കുണ്ട്. ആരുടെ മേൽ കുറ്റം ആരോപിക്കുകയല്ല, ദൈനംദിന ജീവിതത്തിൽ അവരുമായിട്ട് ഇടപഴകിയിട്ടുള്ള എല്ലാവർക്കും. അതാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. കാര്യം, അവരെ ഈ ഒരു മാനസിക അവസ്ഥയിൽ എത്തിച്ചതിന് അവരുമായിട്ട് സഹകരിച്ച് അവരെ പ്രശ്നത്തിലാക്കിയ എല്ലാവർക്കും പങ്കുണ്ട്.